കൊല്ലത്ത് ജോലിക്ക് നിന്ന വീട്ടിലെത്തി ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ഭർത്താവ്. കൊല്ലം അഞ്ചാലുമൂട് പനയം താന്നിയമുക്കിലാണ് സംഭവം നടന്നത്. കല്ലുവാതിക്കൽ ജിഷ ഭവനിൽ 36-കാരിയായ രേവതിയാണ് മരിച്ചത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് ജിനുവിനെ പോലീസ് മണിക്കൂറുകൾക്കകം ശൂരനാട് വെച്ച് പിടികൂടി. അഞ്ചാലുമൂട് താന്നിയമുക്ക് റേഷൻ കടയ്ക്ക് സമീപത്തുള്ള ഷാനവാസ് മൻസിലിൽ ഇന്നലെ രാത്രി 10:30-യോടെയാണ് കൊലപാതകം നടന്നത്. രേവതി ജോലിക്ക് നിൽക്കുകയായിരുന്ന വീട്ടിൽ ജിനു അതിക്രമിച്ച് കയറിയാണ് ആക്രമണം നടത്തിയത്. ഷാനവാസ് മൻസിലുള്ള വയോധികനെ പരിചരിക്കാനാണ് രേവതി ഈ വീട്ടിൽ ജോലിക്ക് നിന്നത്. കഴിഞ്ഞ 5 മാസമായി രേവതി ഈ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഇന്നലെ രാത്രിയോടെ ഇവിടെ അതിക്രമിച്ചെത്തിയ ഭർത്താവ് ജിനു ഭാര്യ രേവതിയുമായി വഴക്കുണ്ടാക്കുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കുത്തുകൊണ്ട യുവതി സംഭവ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ബൈക്കിലാണ് ജിനു ഭാര്യ ജോലിക്ക് നിൽക്കുന്ന താന്നിയമുക്ക് ജംഗ്ഷനിലുള്ള വീടിന് മുന്നിലെത്തിയത്. രേവതിയെ കുത്തിയതിനു ശേഷം ഇയാൾ ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ജിനുവിനെ ശൂരനാട് നിന്നും പിടികൂടിയത്. സംഭവത്തിൽ അഞ്ചാലുമൂട് പോലീസ് കേസെടുത്തിട്ടുണ്ട്.